ഹായ് ഫ്രം മോട്ടി ടോക്സ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സേവിങ്സിനെ പറ്റിയാണ്. അതായത് സേവിങ്സിനെ പറ്റി ഞാൻ 4 സീരീസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 50 സീരീസ് വരെയാണ് അത് വരിക. അതായത് 10,000-ലേക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ സംഖ്യകൾ സേവ് ചെയ്ത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ സംഖ്യകൾ സേവ് ചെയ്ത് പഠിക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, 1000-ൽ നിന്നും 100 മാറ്റിവെക്കാൻ കഴിയുന്നവനെ കോടിയിൽ നിന്നും ലക്ഷങ്ങൾ മാറ്റിവെക്കാൻ കഴിയും. അപ്പോ നമ്മൾ ചെറിയ സംഖ്യകൾ മാറ്റിവെച്ച് തുടങ്ങണം. 200 രൂപ ഡെയിലി മാറ്റിവെച്ച് 50 ദിവസം കൊണ്ട് 10,000-ലേക്ക് എത്തുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സേവിങ്സ് ഹാബിറ്റ് വളർത്തിയെടുക്കേണ്ടതാണ്. അത് നമ്മുടെ കുട്ടികളിലായാലും നമ്മളിലായാലും, ഇപ്പോൾ സ്കൂളുകളിലായാലും എവിടെയാണെങ്കിലും അവര് സേവിങ്സ് ചെയ്യുന്നതിനെ പറ്റി പറയാറില്ല. അവര് പറയുന്നത് അവര് ജോലി എങ്ങനെ നേടാം, ജോലിയിൽ ഉയർച്ച എങ്ങനെ നേടാം, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം, എവിടെ സേവ് ചെയ്യണം, ഇതാരും പറയാറില്ല. നമ്മൾ അത് പഠിച്ചെടുക്കണം. കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കണം. ഇപ്പോ ഈ അടുത്ത് വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം, അതായത് അഫാന്റെ കൊലപാതകം എന്ന് പറയുന്നത്, അവർക്ക് സേവിങ്സിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത കുട്ടിയായിരുന്നു അവന് കിട്ടുന്നൊക്കെ, അവൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം കിട്ടുന്നുണ്ട്. അവരോട് പറയും ബൈക്കില്ല, കാറില്ല, ഇതൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ ഇവർക്ക് പൈസയുടെ വില മനസ്സിലാകുന്നില്ല. അപ്പൊ ഇവർക്ക് എങ്ങനെ ഈ കടബാധ്യതകൾ ഒരു ദിവസം എല്ലാം കൂടെ അറിയുമ്പോൾ ഇതെങ്ങനെ വീട്ടണം, ഇതെങ്ങനെ ഇനി സമ്പാദിക്കണം, എങ്ങനെ വരുമാനം ഉണ്ടാക്കണം ഒന്നും അറിയില്ല. അപ്പൊ കൂട്ടാത്മഹത്യയിലേക്ക് പോവാം. അങ്ങനെയല്ല, നമുക്ക് ഇതിനെ കുറിച്ചൊരു ബോധം വേണം. നമ്മൾ സേവിങ്സിന് നല്ലൊരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. എത്ര ക്യാഷ് കയ്യിലുണ്ടെന്നനുസരിച്ചാണ് നമുക്ക് ഡിമാൻഡ് പോലും, നമ്മുടെ ആൾക്കാർ നമുക്ക് തരുന്ന റെസ്പെക്ട് പോലും അങ്ങനെയാണ്. അപ്പൊ നമ്മളത് അതിന്റെ പ്രാധാന്യത്തോടെ എടുക്കണം. സേവിങ്സ് ചെയ്യാൻ നമ്മൾ പിശുക്കന്മാരായി മാറുകയല്ല വേണ്ടത്. നമ്മുടെ വരുമാനം കൂട്ടിയിട്ട് അതിൽ നിന്ന് സേവ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ ഉള്ള വരുമാനത്തിൽ നിന്ന് എത്ര നമുക്ക് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അതിൽ നിന്ന് നമ്മൾ തുടങ്ങുക. ഒരു 200 വെച്ച് ഇടുന്നതാണ് എന്റെ വീഡിയോ ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമുക്കത് 2 പ്രാവശ്യം ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾക്ക് 10,000-ലേക്കുള്ള വേഗത വളരെ കൂടുതലായിരിക്കും. അങ്ങനെ 10,000 കഴിഞ്ഞാൽ നമുക്ക് 1,00,000-ലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ഗോൾസ് ആൻഡ് ക്രിയേറ്റ് ആക്ഷൻ. ചെറിയ ഗോൾസ് വെക്കുക, അതിലേക്ക് നമ്മൾ ആക്ഷൻസ് കൊണ്ടുവരിക, നമ്മുടെ ജീവിതം ഡെവലപ്പ് ചെയ്യുക. മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് എത്തുക, നമ്മൾ അങ്ങനെ മുന്നേറുക. അപ്പം വരുമാനം എന്ന് പറഞ്ഞാൽ തൊഴിലായി തന്നെ ചെയ്യണമെന്നില്ല, ബിസിനസ്സായും ചെയ്യാം. നമുക്കൊരു ചെറിയ ബിസിനസ് കണ്ടെത്താം, അത് ചെയ്താം, ഒരു 4 മണിക്കൂർ അങ്ങനെ ചെയ്ത് മുന്നേറാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഈ സമയം തുച്ഛമായ സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് ഒഴിവാക്കാം. ഇല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രമായിട്ട് ചെയ്ത് ഞായറാഴ്ച ഓഫായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പൊ നമ്മൾ ആലോചിക്കുക, എപ്പോഴും നമ്മൾ ആ ബുദ്ധിമുട്ടുകളല്ല അതിൽ നിന്ന് കണ്ടെത്തുന്നത്, നമ്മൾ എപ്പോഴും അതിലെ അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ആ 4 മണിക്കൂർ ഉണ്ടല്ലോ എന്ന അവസരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 4 മണിക്കൂറേ ഉള്ളൂ എന്നല്ല ചിന്തിക്കേണ്ടത്. അപ്പോ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അധിക വരുമാനം എന്തെങ്കിലും കണ്ടെത്തുക, അതിൽ നിന്നും നമ്മൾ വലിയ സേവിങ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ജീവിതം മുന്നേറട്ടെ.